ഹായ്, എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ഓണമൊക്കെ അല്ലേ, നമുക്ക് കളിയെടുക്ക ഉണ്ടാക്കാം. കളിയെടുക്ക, കളിയോടക്ക എന്നൊക്കെ പറയും. നമുക്കത് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. ചിലവരൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്നു പറയും. നമുക്കിത് പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല. എളുപ്പത്തിൽ നമുക്കുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഇവിടെ 1.5 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്ന പൊടിയാണ്. 1.5 കപ്പ്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. 1.5 കപ്പ് വറുത്ത അരിപ്പൊടിക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ്. നേർപകുതി, അതിൻ്റെ അരിപ്പൊടിയുടെ നേർപകുതി 1/4 കപ്പ് ചിരകിയത്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി കട്ട് ചെയ്തതാണ്. 10 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂൺ ജീരകം, നല്ല ജീരകമേ. ഇത് നമുക്ക് അവിയലിനൊക്കെ അരയ്ക്കുന്നത് പോലെ ഒന്ന് ചെറുതായിട്ട് ഒതുക്കിയെടുത്തിട്ട് വരാം. നമ്മൾ തേങ്ങ ഇങ്ങനെ ഇതുപോലെ തരിതരിപ്പായിട്ടാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ അവിയലിനൊക്കെ തോരനൊക്കെ ഒതുക്കിയെടുക്കത്തില്ല, അതുപോലെ. ഇതിന് നമുക്ക് ഈ അരിപ്പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1.5 സ്പൂൺ ബട്ടറാണ്. ഈ ഒരു ക്യൂബ് സൈസിൽ എടുത്തിട്ടുണ്ട്. ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് കൈ വെച്ച് നമുക്ക് ഈ തേങ്ങയുടെ മിക്സും ഈ ബട്ടറും എല്ലാം കൂടെ യോജിക്കുന്ന രീതി കൈ വെച്ച് നമുക്കൊന്നിങ്ങനെ നനച്ചെടുക്കുക. നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കത്തില്ലേ, അതുപോലെ. ഇപ്പോൾ ബട്ടറും തേങ്ങായും ഉള്ളിയും ജീരകവും അരിപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നോക്കണം, നമ്മളിങ്ങനെ പുട്ടിനൊക്കെ നനച്ചെടുക്കുന്ന രീതിയിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. ആ തേങ്ങയുടെ ആ നനവും കൊണ്ട് ഇത് നന്നായിട്ട് നനഞ്ഞ് കിട്ടുവേ. ഇപ്പം എന്താ, നമ്മളിങ്ങനെ ഉരുട്ടുമ്പം ഇങ്ങനെ ആകുന്ന ഒരു പരുവം നമുക്കാക്കിയെടുക്കണം. ഇനിയാണ് നമ്മൾ ഇതിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിനി നമ്മുടെ കൈ ബട്ടർ ഇല്ലെങ്കിൽ നമുക്കതിന് പകരം ഒരു 1.5 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ബട്ടറും നെയ്യും ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ എണ്ണയിൽ ഇടുമ്പം ഇത് ചിലത് പൊട്ടിത്തെറിക്കും. ഈ ബട്ടറോ നെയ്യോ നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കത്തില്ല, അതിനു വേണ്ടിയാണ്. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കുന്ന പോലെ നനച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും കെട്ടിയിട്ടൊന്നുമില്ല, നല്ലതായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ തേങ്ങയുടെ നനവും ബട്ടറും കൊണ്ടും നല്ലതായിട്ട് നനച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കത്തില്ലേ, അതുപോലെ. ഇനി ഇതിലോട്ട് നമുക്ക് തിളച്ച വെള്ളമാണേ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇടിയപ്പമൊക്കെ നനച്ച് കുഴച്ചെടുക്കുന്ന പോലെ. ഇടിയപ്പത്തിനേക്കാൾ ഒരു പൊടിക്കൂടെ ലൂസായിരിക്കണേ. നമ്മൾ മാവൊക്കെ ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ കുഴയ്ക്കുന്നതിനേക്കാൾ ഒരു പൊടിക്കൂടെ ലൂസായിട്ട് വേണം കുഴയ്ക്കാനേ. നമ്മളിങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ ഉരുളുന്നുണ്ട്. ആ ഒരു പരുവത്തിന് നമ്മൾ എടുക്കണേ. കയ്യിൽ ചെറുതായിട്ട് എണ്ണയോ ബട്ടറോ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേന്ന് ഓരോ ഉരുള ഇങ്ങനെ ആക്കിയെടുത്ത്, ചെറുത് മതി. നമ്മൾ ഈ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണേ. കളിയെടുക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇത് ഓരോ ഉരുളയാക്കി ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇത് പകുതി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിലോട്ടിടാം. ആ സമയം കൊണ്ട് നമുക്ക് ഇത് ബാക്കി ഉരുട്ടുകയും ചെയ്യാം. ഇപ്പം എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. ഇത് കടുകടുക്ക ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കണേ. അപ്പം നല്ല ചൂടുള്ള എണ്ണയിലോട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് ഇട്ട് കൊടുക്കും. ഒരുപാട് ഇട്ട് കൊടുക്കല്ലേ. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട്.
നമ്മൾ പിന്നെ ഇട്ട ഉടനെ നമ്മൾ സ്പൂണും കൊണ്ടൊന്നും അത് ഇളക്കുകയൊന്നും ചെയ്യല്ലേ. ഒരു 2 സെക്കൻഡ് കഴിയാതെ നമ്മൾ ഇളക്കുകയൊന്നും ചെയ്യല്ലേ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പതുക്കെ ഇതൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, വിട്ട് വരുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് ചെറു തീ കിടന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇതിപ്പോൾ പൊട്ടിത്തെറിക്കുന്നൊന്നുമില്ല. നമ്മൾ ബട്ടർ ചേർത്തതും കൊണ്ടാണ് പൊട്ടിത്തെറിക്കാത്തത്. പിന്നെ വെള്ളം കൂടിപ്പോയാലും പൊട്ടിത്തെറിക്കും. ഇപ്പോൾ നമ്മുടെ കളിയെടുക്കാൻ ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കണേ. ഫ്ലെയിം കൂട്ടി കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഓരോ ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒരുപാട് ഇട്ട് കൊടുക്കല്ലേ. നമ്മൾ എണ്ണയിൽ ഇട്ടിട്ടുണ്ട്. ഉടനെ നമ്മൾ ഇത് ഇളക്കുകയൊന്നും ചെയ്യല്ലേ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. നമ്മളിതിങ്ങനെ ഓരോ ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പം കണ്ടോ നല്ല കല്ല് പോലെ സ്വരം കേൾക്കുന്നുണ്ടോ? അതുപോലെയാണ് ഇത് ഒരെണ്ണം നമുക്ക് കഴിച്ചു നോക്കാവേ. നല്ല സ്വരമൊക്കെ ഉണ്ടോ, ക്രിസ്പിയാണെന്ന് അറിയാം. നല്ല ക്രിസ്പിയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ എന്താണേലും ഇത് ഇഷ്ടപ്പെടും. അവർക്കൊന്നും ഇത് ചിലപ്പോൾ അറിയത്തില്ല. ഞാനിപ്പോൾ എൻ്റെ മക്കളോട് എൻ്റെ വലിയമ്മച്ചിയൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നതൊക്കെ പറഞ്ഞ് കഴിപ്പിക്കുക. അവർക്കൊന്നും ഇത് അറിയത്തില്ല. അപ്പം നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ അമ്മമാർക്ക് ഇത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പഴമയുള്ളൊരു പലഹാരമാണിത്. ഓണമൊക്കെ ആകുമ്പം നമ്മുടെ അമ്മച്ചിമാരൊക്കെ വീട്ടിൽ ഇത് ഒരുപാട് ഉണ്ടാക്കി വെക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം.